ഹായ്, അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്, കുക്കിംഗ് വ്ളോഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറേ നാളെ കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ട് അധികം മ്യൂസിക്കായിട്ടൊക്കെയാണ് വീഡിയോസ് ഇപ്പോൾ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു കുക്കിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു പഴയ റെസിപ്പിയാണ്. ഇതിപ്പോൾ എന്താ പറയുക, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലൊന്നും ഈ റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല. പാലക്കാടാണ് ഇത് മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. തൃശ്ശൂർ ഉണ്ടാവുമായിരിക്കും, എനിക്കത്ര അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ചുണ്ടങ്ങയാണ്. അപ്പോൾ ഇതാണ് ചുണ്ടങ്ങ. ഇതിങ്ങനെ നമുക്ക് ഉണക്കിയ ചുണ്ടങ്ങ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനിത് ഒരു 10-20 ചുണ്ടങ്ങ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇത്രയും ചുണ്ടങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചുണ്ടങ്ങ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ഇത് പച്ച ചുണ്ടങ്ങയും എടുക്കാം, കുഴപ്പമില്ല. എനിക്ക് പച്ച അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ ഉണക്കിയ ചുണ്ടങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പിട്ട് ഉണക്കിയ ചുണ്ടങ്ങയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമുക്ക് വറക്കണം. ഓക്കെ, അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് കുക്കിംഗ് വ്ളോഗായ കാരണം ഞാനിനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊന്നും കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പലർക്കും എനിക്കറിയാം കുക്കിംഗ് വ്ളോഗാണ് ഇഷ്ടം, മറ്റേ സ്റ്റൈലിലിടുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവരുടെയൊക്കെ അഭിപ്രായം കൂടി മാനിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 8 വെളുത്തുള്ളിയെങ്കിലും എടുക്കണം. പിന്നെ ഒരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു വഴുതനങ്ങ, ഒരു മീഡിയം സൈസ് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് നാളികേരം. മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടങ്ങ വറക്കണം. ഇതിൽ പകുതി കറിവേപ്പിലയും ഒരു പകുതി ഉണക്കമുളകും, ഒരു 1-1.5 ഉണക്കമുളക്. നിങ്ങൾക്ക് എരിവ് നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ 2 ഉണക്കമുളക് എടുക്കാം. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക്, പിന്നെ നാളികേരവും വറുത്തെടുക്കണം. വറുത്തിട്ട് അരയ്ക്കണം. വഴുതനങ്ങ നമ്മൾ അരിഞ്ഞ് വഴറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ത്രൂ ഔട്ടായിട്ടാണ് പോണത്. ഞാൻ വറുക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചുണ്ടങ്ങ വറക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്യണം. നല്ല ചൂടായിട്ടുണ്ട്. ഇനി ചുണ്ടങ്ങ വറുത്തെടുക്കാം. ഇത് ഞാൻ എൻ്റെ വീട്ടിലല്ല ഇത് ഞാൻ അധികം കഴിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ അയൽവക്കത്ത് ഉണ്ടായിരുന്ന ഒരു അമ്മയ്ക്കും വല്യമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഇത് സ്ഥിരം ചുണ്ടങ്ങ ഇങ്ങനെ ഉണക്കി സമ്മറിലൊക്കെ ഉണക്കി വയ്ക്കും. ചുണ്ടങ്ങയൊക്കെ ഉപ്പിട്ട് ഉണക്കി വയ്ക്കും. ഉണക്കി വെച്ചിട്ട് ഇതേപോലെ കറി ഉണ്ടാക്കും. മഴക്കാലമാകുമ്പോൾ ഇതേപോലെ കറി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പാലക്കാട് വെച്ചിട്ടാണ് ഞാനത് കഴിച്ചിട്ടുള്ളത്. എൻ്റെ എന്താ പറയുക, ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറികളിൽ ഒന്നാണ് ചുണ്ടങ്ങ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു കയ്പ്പാണ്. വളരെ നല്ല ഔഷധ ഗുണമൊക്കെ ഉള്ള സാധനമാണ്. നമ്മൾ വഴുതനങ്ങ വഴറ്റാൻ പോകണമെങ്കിൽ അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒഴിച്ചു. ഇത് നല്ല എന്താ പറയുക, കുറച്ച് അയണൊക്കെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളൊരു പച്ചക്കറിയാണ് ചുണ്ടങ്ങ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കയ്പ്പ്, നമ്മുടെ കയ്പ്പക്കായയുടെ ഒരു ഇരട്ടി കയ്പ്പെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചുണ്ടങ്ങയ്ക്ക്. അത്രയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചുണ്ടങ്ങ അത്ര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആയിരിക്കില്ല. പക്ഷേ ഇത് വളരെ ഹെൽത്തിയാണ്. പിന്നെ എനിക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ്. കയ്പ്പക്കായ പോലെ തന്നെ ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ വഴുതനങ്ങയായിട്ടും കറി വയ്ക്കാം. ഇനി അല്ലാതെ ചുണ്ടങ്ങ മാത്രമായിട്ടും കറി വയ്ക്കാം. അത് മാത്രമായിട്ടൊക്കെ കറി വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കയ്പ്പുണ്ടാവും കറിക്ക്. അതായത് കയ്പ്പും ആ ഒരു എന്താ പറയുക, പുളിയോടുകൂടിയുള്ളൊരു കയ്പ്പായിരിക്കും. അപ്പം നമ്മളുടെയൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അയൽവക്കത്തൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പിയോ അല്ലെങ്കിൽ ഇതേപോലെ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ
നാട്ടിലൊക്കെ ഉള്ളൊരു പതിവില്ലേ, പങ്ക് കൊണ്ടുവരുന്നത്, അതേപോലെ നമ്മളെ വീട്ടിലേക്ക് കൊടുത്തയക്കും. അപ്പോൾ ചുണ്ടങ്ങ ഉണക്കി കഴിഞ്ഞാലൊക്കെ എത്തും. അങ്ങനെയാണ് കറി വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കറി കൂടിയാണ്. പിന്നീടാണ് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റൊക്കെ അറിയാം. ചെടി നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഈ വഴിയിലൊക്കെ കാണാം ഈ ചെടി. എന്താ പറയുക, ഇത്തിരി വലിപ്പമുള്ള വഴുതനങ്ങയുടെ ഇല പോലെ ഇത്തിരി വലിപ്പമുള്ള ഇല, എന്നാൽ ഇലയുടെ അറ്റത്തൊരു കറുവായിട്ടായിരിക്കും. എന്നിട്ട് അതിനിങ്ങനെ കൊലകൊലയായിട്ട് പച്ച കളറിൽ കുഞ്ഞു കുഞ്ഞു ചുണ്ടങ്ങകൾ, കുഞ്ഞു ചുണ്ടങ്ങകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. പച്ച കളറാണ് ചുണ്ടങ്ങയ്ക്ക്. ഇനി ഇത് നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങ അത്രയും വറുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഉള്ളിയും മറ്റ് സാധനങ്ങളും നമുക്ക് വഴറ്റണം. നമുക്ക് ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഓടി കളിക്കുമ്പോഴൊക്കെ കളിക്കുമ്പോഴൊക്കെ ഓടി കളിക്കുമ്പോൾ ഈ ചുണ്ടങ്ങ ചെടി കാണുമ്പോൾ പഴുത്ത് കഴിയുമ്പോൾ കഴിച്ചു വെക്കും. കാരണം ഈ മണത്തങ്കാളിയൊക്കെ കഴിക്കുന്ന പോലെ നമ്മൾ കഴിച്ചു വെക്കും. പക്ഷേ ചുണ്ടങ്ങ അങ്ങനെ കഴിക്കാൻ എളുപ്പമല്ല. കാരണം ഒരു കഴിക്കും, നല്ല കഴിക്കും, പിന്നെ അതിൻ്റെ കൂടെ ഒരു പുളി. അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് വഴഞ്ഞ് വരത്തോളൂ. ഉള്ളിയൊക്കെ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇത്തിരിയും കൂടി മൂക്കാനുണ്ട്. കണ്ടില്ലേ, വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞ് വരുന്നു. നിങ്ങൾ ഈ നോൺ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇരുമ്പിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇരുമ്പിലേക്ക് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഇതിൽ വഴറ്റും മിക്സിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ അത് അത്യാവശ്യം മൂത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരം നമുക്ക് ഇട്ടിട്ട് നാളികേരം ഒന്ന് നമ്മൾ സാമ്പാറിലേക്കൊക്കെ ഉറക്കില്ലേ, അതേപോലെ ഒന്ന് വറക്കും. ആ നേരം കൊണ്ട് നിങ്ങളുടെ ടൊമാറ്റോ ഉണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ എടുക്കാം. ഇല്ലെങ്കിൽ ഒരു കുറച്ച് പുളി, അധികം പുളി വേണ്ട, കുറച്ച് മതി, കുറച്ച് പുളി എടുക്കാം, വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതൊന്ന് വഴഞ്ഞ് വരട്ടെ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പുളി എന്ന് പറഞ്ഞത് ഇത്രയും പുളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വറുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരയ്ക്കണം. അപ്പം അരയ്ക്കാനായിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, പുളി ഞാൻ ഇതുപോലെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഈ പുളിയോട് കൂടിയാണ് നമ്മൾ അരയ്ക്കുക. അപ്പോൾ ഈ പുളിയുടെ വെള്ളവും ഈ പുളിയും കൂടിയും കൂട്ടിയിട്ടാണ് അരയ്ക്കുക. ഇനി തക്കാളി ഉള്ളവരാണെങ്കിൽ തക്കാളി ഇട്ടാൽ മതി. തക്കാളി ഇട്ടിട്ട് വെള്ളം അധികം കൂട്ടാണ്ട് അരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ തക്കാളിക്ക് വരെ ഇന്ന് പുളിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് പുളിയോ തക്കാളിയോ ഓൾട്ടർനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. അപ്പം ഞാൻ അരച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പം അരച്ച് കഴിഞ്ഞ് നമ്മൾ ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ ജാറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒഴിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ചുണ്ടങ്ങയും വഴുതനങ്ങയും ഇതൊന്ന് വെന്തതിന് ശേഷം, ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം. അത്യാവശ്യം ഒരു തിളവന്ന് തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പം അതിലേക്ക് നമുക്ക് ഇനി ഈ ചുണ്ടങ്ങയും അതേപോലെ വഴുതനങ്ങയും നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഇനി ഒന്ന് തിളക്കട്ടെ. ഉപ്പ് പാകത്തിന്, അത് നിങ്ങൾക്ക് അരയ്ക്കുമ്പോഴൊന്നും ഇടാം കേട്ടോ. ഉപ്പ് കുഴപ്പമൊന്നുമില്ല. ഞാൻ അരയ്ക്കുമ്പോൾ ഇട്ടിട്ടില്ല. കറി നല്ലപോലെ തിളച്ചു. ഞാനിത് വാങ്ങി വയ്ക്കാൻ പോകും. കാരണം നമ്മൾ ചുണ്ടങ്ങയൊക്കെ ഓൾറെഡി വറുത്തതാണ്. അപ്പം അതുകൊണ്ട് അതിനൊന്നും വേവൊന്നുമില്ല. നമുക്കൊരു കാച്ചിടാം. ചീഞ്ചട്ടി ചൂടായി.
കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക്, പിന്നെ ഉണക്കമുളകും കുത്തി കഴിഞ്ഞിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് പകർത്തി വയ്ക്കരുത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി യൂസ് ചെയ്യുന്നത്, കാരണം ഇരുമ്പും പുളിയും യോജിക്കില്ല. അതുകൊണ്ട് ചീനച്ചട്ടിയിൽ നിന്ന് തിരിച്ച് പകർത്തുക. അപ്പോൾ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പഴയ കറികൾ, നമ്മൾ ചെറുപ്പത്തിലേ കഴിച്ചിട്ടുള്ള കറികളൊക്കെ നമ്മളുടെ ഒരു നൊസ്റ്റാൾജിയ ആയിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ കറി ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കെപ്പോഴും ഇത് ഉണ്ടാക്കി തന്നിരുന്ന വല്യമ്മേനെയും അമ്മച്ചീനെയൊക്കെ ഓർമ്മ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഓരോ കറികളും നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂടെ ആ ഉണ്ടാക്കിയ ആൾക്കാരുടെ ഒരു തരി സ്നേഹം കൂടി നമ്മളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടാവും. അതുപോലെ ഈ കറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് അവരുടെ സ്നേഹം എൻ്റെ മനസ്സിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കും ആ സ്നേഹം അറിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓണക്കാലമൊക്കെ വരുമ്പോൾ ഒരു നാടൻ കറി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.